അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവ്, ചെറിയ കടകളൊക്കെ നടത്തുന്നവർ വല്ലാത്ത വലയുന്നുണ്ട്. അവർക്ക് ഒന്നും അതിനകത്ത് കിട്ടണില്ല, പക്ഷെ കടങ്ങളാണ് വരണത്. ഇനി എങ്ങനെ ജീവിക്കുമെന്ന് പോലും അറിയാൻ പാലാതെ വിഷമിക്കുന്നവരുണ്ട്. അവരെ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഒരു തൊഴിൽ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് തൊഴിൽ ചെയ്താൽ ജീവിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. ഈശോയെ, അവരെ കർത്താവ് വിസ പുതുക്കി കിട്ടാത്തതിൻ്റെ പേരിൽ മക്കളെ കരഞ്ഞു വിളിച്ച് നിലവിളിക്കുമ്പോൾ അമ്മ അവരെ ആശ്വസിപ്പിക്കുന്നത്, ഉടമ്പടി എടുത്തവരുണ്ട് മകനെ മാതാവ് നമ്മൾ സന്ദർശിക്കുമെന്നാണ്. ആ ഒരു ഒറ്റ ആശ്രമമുള്ള അമ്മേ, അതെല്ലാം ആ മക്കൾ അങ്ങനെ ചിന്തിക്കുന്ന ഓരോ മക്കളെയും പ്രാർത്ഥന കൂടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൃപാസന ആൾക്കാരെ ജീവനുടെ പ്രത്യക്ഷ മാതാവ്, സഞ്ചാരി മാതാവ് ആ മേഖലയിൽ ചെന്നിട്ട് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് അവർക്ക് സന്ധിപ്പ് നൽകുന്നതിന് വേണ്ടി എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മളോട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ദൈവത്തിന് തൻ്റെ ഭക്തനോട് ദൈവം സംസാരിക്കും. അത് നമ്മൾ ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന. ഇപ്പം ഇന്നലെ ഒരു സാക്ഷ്യം കേട്ടത്, ഒരു കുഞ്ഞ്, ചെറിയ കുഞ്ഞല്ല, കുഞ്ഞാണ്, കൊച്ചല്ല, 1-2 വയസ്സുള്ള കുഞ്ഞിൻ്റെ ഒരു കിഡ്നിക്ക് നീര് വെച്ചിരിക്കണം. അത് ഓപ്പറേറ്റ് ചെയ്ത് കളയണം. അതിനുവേണ്ടി ഇവർ കിഡ്നി പോകാതിരിക്കാൻ വേണ്ടി അമ്മ കൊച്ചിൻ്റെ ആ നീരുള്ള ഭാഗത്ത് ഉടമ്പടിത്തലം തേച്ച് വിശ്വാസപ്രമാണം ചൊല്ലി കർത്താവിൻ്റെ കരുണയ്ക്ക് ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞിൻ്റെ മേത്ത് കത്തിവെക്കൽ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റത്തില്ല. അപ്പം അതിനുവേണ്ടി അവർ വിശ്വാസപൂർവ്വം ചെയ്യണതാണ്.
അപ്പോൾ ഇവരുടെ ഉടമ്പടി ഒരുവിധം കറക്റ്റായത് കാരണം കർത്താവ് ഇവർക്ക് ഒരു സ്വപ്ന ദർശനം കൊടുക്കും. ദർശനം കൊടുത്ത് പറയണത്, നീ ഇപ്പോൾ വലതുവശത്താണ് തൈലം തേച്ച് പ്രാർത്ഥിക്കണത്, വിശ്വാസപ്രമാണം ചെയ്ത് പ്രാർത്ഥിക്കണത്, പക്ഷെ കുഞ്ഞിൻ്റെ ഇടതൊക്കെ എനിക്കാണ് കുഴപ്പമുള്ളതെന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു ദർശനം കിട്ടിയപ്പോൾ അവൾ സ്കാൻ ചെയ്യുന്ന ഡോക്ടറുടെ അടുത്ത് പോയി. അപ്പോൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ സ്വപ്നത്തിൽ കിട്ടിയ ദർശനം കറക്റ്റാണ്, ഇടത് കിഡ്നിക്കാണ്. പിന്നെ ഇവർ അവിടെ തൈലം തേച്ച് പ്രാർത്ഥിച്ചു. ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ആ കുഞ്ഞ് സുഖപ്പെട്ടെന്നാണ് അമ്മയുടെ സാക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം എനിക്ക് പണ്ട് മുതലേ ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയ ഞാൻ ഒരു സെൽഫ് അസസ്മെൻ്റ് നടത്തിയ, ഞാൻ എപ്പോഴും ദൈവികമായ കാര്യങ്ങളെ അതിന് ഒത്തിരിയേറെ അതിന് ഹൃദയമാണ് കൊടുക്കുന്നത്, അല്ലാതെ തലച്ചോറല്ല കൊടുക്കുന്നത്. ദൈവികമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ വചന ഹൃദയം കൊണ്ടാണ് മനസ്സിലാക്കണം. അപ്പോൾ ആ ഹൃദയം കൊണ്ട് മനസ്സിലാക്കുന്ന അവരാണ് നമ്മളെന്ന് മനസ്സിലാക്കിയ ദൈവത്തിന് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. നമ്മൾ തല കൊണ്ട് മാത്രമാണ് ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഡ്രൈ ആയി പോകും. കാര്യം ദൈവികമായ കാര്യങ്ങളൊന്നും നമ്മളുടെ ബുദ്ധിക്ക് വശംവദമാകുന്നതല്ല ദൈവിക വിഷയങ്ങൾ. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ ഹൃദയത്തിന് വശംവദമാകും ദൈവിക വിഷയങ്ങൾ. അപ്പം ഞാനത് കാരണം ഹൃദയം കൊണ്ടാണ് വിശ്വസിക്കണത്, ബുദ്ധി കൊണ്ടല്ല. ഇപ്പം നിങ്ങൾക്കും അത് ചില സമയത്ത് പ്രായോഗികമായിട്ട് തോന്നും. ഹൃദയത്തെ വിശ്വസിക്കണമെന്നല്ലേ പറയണത്, റോമ 10:9. ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ. ഇവരിവിടെ ചില ശാസ്ത്രജ്ഞന്മാര്, അതായത് ആത്മീയ ശാസ്ത്രജ്ഞന്മാര് തരികിട പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയം എന്ന് പറയുന്നത് ഹോൾ ബോഡിയാണ്, ആനയെ കൂനാനൊക്കെ പറയും. അതൊക്കെ തടുതപ്പാൻ വേണ്ടി അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന സങ്കല്പ യാനങ്ങളാണ്. അതല്ല സംഭവം. ഹൃദയം എന്ന് പറയുന്നത് ദൈവത്തെ മനസ്സിലാക്കുന്നത് എന്താണ്? സ്നേഹം കൊണ്ടാണ് മനസ്സിലാക്കുന്നത്, വചനത്തെ മനസ്സിലാക്കുന്നത്. അല്ലാതെ അതിനകത്ത് ലോജിക്ക്, ഇപ്പോൾ യൂറോപ്പിനൊക്കെ പറ്റി ഏറ്റവും വലിയ അബദ്ധമല്ലേ വിശ്വാസത്തെ ലോജിക്ക് കൊണ്ട് മനസ്സിലാക്കും. ലോജിക്ക് വേണ്ടത് എന്തിന് എല്ലാവരും പറയും, ഇഷ്ടമില്ലാത്ത വിശ്വാസം മുടന്തനാണെന്നൊക്കെ പറയും. പക്ഷേ അതേസമയം തന്നെ നമ്മൾ വിശ്വസിക്കുന്ന പല കാര്യങ്ങൾക്കും നമ്മൾ പറയുന്ന ഒരു വരട്ട് ലോജിക്ക്, എൻ്റെ ആ ഉടുപ്പ് പാകമാകത്തില്ല. അതിൻ്റെ കാര്യം ഇപ്പം പരിശുദ്ധാത്മാവാലും മരഗർഭം ധരിച്ചു എന്ത് ലോജിക്കുണ്ട് അതിനകത്ത്? അത് ദൈവികമായ രഹസ്യങ്ങൾക്ക് ഹൃദയമാണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. ദൈവികമായ ഹൃദയമുള്ളത് അതിനെ ലോജിക്കാക്കി ശാസ്ത്രീയമാക്കാൻ വേണ്ടി വർഷങ്ങളോളം ഇങ്ങനെ മനുഷ്യൻ ശ്രമിച്ചിട്ട് അവസാനം സവാള പൊളിക്കണ പോലെ പൊളിച്ച് അവസാനത്തിൽ ബഹുമാനം പറഞ്ഞിരിക്കും. അങ്ങനെയല്ല. പക്ഷെ നീ ഹൃദയം കൊണ്ടാണ് കർത്താവിൻ്റെ വചനത്തെ സ്നേഹിച്ചാണ്. എൻ്റെ കർത്താവ് എന്നോടുള്ള സ്നേഹത്താ പ്രതി അവൻ സ്റ്റാറ്റസ് ലോഞ്ച് ചെയ്തു. അപ്പോൾ കാര്യം ദൈവത്തിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ്? ഈ സ്റ്റാറ്റസ് ലോഞ്ച് ചെയ്യുന്നതാണ്. ഇപ്പോൾ സ്റ്റാറ്റസ് നിങ്ങളൊന്ന് അതുപോലെ കർത്താവിനെപ്പടി നമ്മളൊന്ന് സ്റ്റാറ്റസ് ലോഞ്ച് ചെയ്ത് നോക്കി. ഉടമ്പടിയുടെ മഹാവിജയം അതല്ലേ? എന്താ കാര്യം? ഉടമ്പടിയിൽ ഏത് കളക്ടറാണെന്ന് പറഞ്ഞാലും കൃപാസനം പത്രം 10 മനുഷ്യർക്ക്, ഓട്ടോറിക്ഷക്കാർക്കും വഴിയിലുമൊക്കെ കൊണ്ടു നടന്ന് കൊടുക്കേണ്ടി വരും. കൊടുക്കാൻ അവർ തയ്യാറാണെന്ന് നമ്മൾ ചോദിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ അവർ വേറെ എന്തെങ്കിലും സംവിധാനം ചെയ്യാൻ പറയും. കൃപാസനം അവർക്ക് കണക്ഷനില്ല. കൃപാസനം എന്ന് പറയുന്നത് ആരെയും മതപരിവർത്തനത്തിന് വേണ്ടി ഒരുക്കണമല്ല. ഇന്ന് വരെയൊക്കെ അറിയാം ആരെങ്കിലും നമ്മളെ ആശയപ്പെടുത്തിയിട്ടുണ്ട്, അതല്ല. പക്ഷേ ക്രിസ്തുവിനെ കൊടുക്കണം. കാരണം ക്രിസ്തു അതിന് മനുഷ്യരാശിയുടെ പൊതു അവകാശമാണ്, തറവാട്ട് സ്വത്താണ്. അപ്പം തറവാട്ട് സ്വത്ത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണത്. ക്രിസ്തു ആരെയും കടിച്ചു തിന്നാനോ വെട്ടിക്കൊല്ലാനോ ഒന്നും വരത്തില്ല. പക്ഷേ എന്താണ്, നമ്മളുടെ എല്ലാ വിഷയവും സ്നേഹത്തിൻ്റെ പരിധി കൊണ്ടുവന്നിട്ട് മനുഷ്യൻ്റെ ടെൻഷൻ റിലീസ് ചെയ്തിട്ട് അണ്ടർസ്റ്റാൻഡിങ് ചെയ്യും. ദൈവനാമം മഹത്വപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കണത് എന്താണ്? ആത്മശക്തിയാണ്. എഫേസ്യർ 3:16-17
അവിടുത്തെ മഹത്വത്തിന്റെ അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുവാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. കണ്ടില്ലേ, എവിടെയാ ഇത് പോണെന്ന് നോക്കിയേ? സ്നേഹത്തിൽ വേരിപ്പാക്കി. നിങ്ങൾ ക്രിസ്തുവിനെ പ്രതി, ക്രിസ്തുവിനുള്ള സ്നേഹത്തെ പ്രതി നിങ്ങളുടെ സഹോദരങ്ങളെയും ഈ ലോകത്തെ തന്നെ സ്നേഹിക്കുന്നതിലൂടെ എന്താ സംഭവിക്കുന്നത്? ആത്മശക്തിയുടെ അഭിഷേകം ലഭിക്കുകയാണ്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ സ്നേഹം എല്ലാത്തിനും അതിജീവിക്കുന്ന സ്തുതിയുടെ ഹല്ലേലൂയ. 13:7 സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. വിവിധ പ്രതിസന്ധി ഘട്ടങ്ങളെ സ്നേഹത്താൽ അതിജീവിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഈ എല്ലാത്തിനെയും അതിജീവിക്കുന്ന 1 കൊരിന്ത്യർ 13:7 ദൈവസ്നേഹത്തെക്കുറിച്ചാണ് ഇവിടെ എഫേസ്യസ് 3:17 വായിക്കുന്നത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുവാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലന്റെ പ്രാർത്ഥനയാണ്. അപ്പോസ്തലൻ എഫേസ്യ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാ സഭകൾക്കും വേണ്ടിയുള്ള അപ്പോസ്തലന്റെ സ്വപ്നം അതാണ്. എന്താണ്? നിങ്ങൾ ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിൽ ക്രിസ്തു നിങ്ങൾ ജീവിക്കണം. പിന്നെന്താണ്? അത് നിങ്ങൾക്ക് ശക്തിപ്പെടുത്തണം. ആ ശക്തിയെക്കുറിച്ച് പറഞ്ഞേ, ശക്തിയെക്കുറിച്ച് വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്ന്. ആന്തരിക മനുഷ്യന്റെ ശക്തീകരണം അഗസ്റ്റിന് സംഭവിക്കുന്നത് അതാണ്. എഫേസ്യർ 3:17 പറയുന്ന ആന്തരിക മനുഷ്യൻ്റെ ശക്തീകരണമാണ് ഈ അഗസ്റ്റിന് സംഭവിക്കുന്നത്. എന്താണ്? അതുകൊണ്ടാണ് ജയിലിൽ കിടന്നുകൊണ്ട് ഈ മനുഷ്യൻ ആ ശക്തിയിലാണ്, ആന്തരിക മനുഷ്യൻ്റെ ശക്തിയിലാണ് ഈ മനുഷ്യൻ പറയണത്. എന്താണ്? അയാളുടെ മുമ്പേ വിശ്വോട് തന്നെ ഞാൻ ഇറങ്ങിപ്പോകും. ഞാൻ ജാമ്യം എടുക്കാനോ അല്ലെങ്കിൽ എനിക്ക് ജാമ്യക്കാരോ ആരുമില്ല. എൻ്റെ ജാമ്യം ആരാണ്? എൻ്റെ അമ്മയാണ് എൻ്റെ ജാമ്യം, പരിശുദ്ധ അമ്മ എന്നെ ഇറക്കും. അപ്പോൾ ആത്മാവ് പറയും നിന്നെ ഇറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഉടനെ തിരിച്ച് ദൈവത്തോട് അവൻ പറയും എന്താണ്? എന്നെ ഇറക്കണമെങ്കിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട സമയത്ത് ഇറക്കണമെന്ന്. ആ പറഞ്ഞ 2.5 മണിക്കൂർ 3 ദിവസം കഴിയുമ്പോൾ ആ പറഞ്ഞ 2.5 മണിക്കൂർ ഇവൻ ഈ കൃപാസനം പത്രവും കാശ് രൂപ എടുത്തുകൊണ്ട് ജയിലിൻ്റെ പുറത്തോട്ട് ഇറങ്ങി വരും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വലിയ വിശ്വാസത്തോടെയും സ്നേഹത്തോടെയുമാണ് നമ്മൾ ആരാധനയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കറിയാം എല്ലാത്തിനും ഒരു മർമ്മമുണ്ട് അല്ലേ? പ്രധാനപ്പെട്ട സ്ഥലം, അതുപോലെ തന്നെ ആരാധനയ്ക്കും ദൈവാനുഭവത്തിനുമൊക്കെ ഒരു മർമ്മമുണ്ട്. ഈ മർമ്മം ചിലർക്ക് പെട്ടെന്ന് പിടികിട്ടും. പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ അഭിഷേകമാണ്. ഈ മർമ്മം പിടികിട്ടിയാൽ കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം, ഒരു അണുവെടുത്താൽ തന്നെയും അല്ലെങ്കിൽ ഒരു കോശമെടുത്താലും എല്ലാത്തിനും ഒരു ന്യൂക്ലിയസും അതുപോലെ കേന്ദ്രബിന്ദുവൊക്കെ ഉണ്ട്. അതാണ് അതിൻ്റെ ഊർജ്ജസ്ഥാനം. ഈ ഉടമ്പടിയായാലും ഉടമ്പടിയുടെ ഊർജ്ജസ്ഥാനമുണ്ട്. ആ ഊർജ്ജസ്ഥാനം വെളിപ്പെട്ട് കിട്ടിയാൽ നമ്മൾ പിന്നെ ഒത്തിരി അലയേണ്ടി വരത്തില്ല. ഞാൻ ഇങ്ങനെ പറയാൻ കാര്യം, കഴിഞ്ഞ ദിവസം ഇവിടെ സുമംഗല എന്ന് പറഞ്ഞൊരു ചേച്ചി സാക്ഷ്യം പറഞ്ഞായിരുന്നു. അപ്പോൾ പത്തനംതിട്ടക്കാരുതിയാണ്. സുമംഗല ആദ്യ ദിവസം ഇവിടെ വന്ന് മാതാവിനെക്കുറിച്ചൊക്കെ കേട്ട് ഇവിടെയൊക്കെ വന്ന് കണ്ട് എല്ലാമൊക്കെ മനസ്സിലാക്കി ആൾ പോയി. പിറ്റേ ദിവസം ഇവർ വരും. ഇവർക്ക് 5-6 പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ.
പിറ്റേ ദിവസം വരുമ്പോഴേ ഇതിൻ്റെ ഊർജ്ജസ്ഥാനം, ഉടമ്പടിയുടെ ഊർജ്ജസ്ഥാനം ദൈവം ഇവർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഉടനെ ഉടമ്പടിയിൽ ആദ്യം തന്നെ അവരെഴുതി, ആദ്യ നിയോഗത്തിൽ, അമ്മേ എൻ്റെ വിഷയങ്ങളൊക്കെ പോട്ടെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തണമേ. പ്രൈസ് ലോർഡ്. അതാണ് ഊർജ്ജസ്ഥാനം. അവർ ഒരു നോൺ ക്രിസ്ത്യനാണ്, പക്ഷേ ആദ്യ ദിവസം വന്ന് എല്ലാം കണ്ട് മനസ്സിലാക്കി പോയപ്പോൾ പരിശുദ്ധാത്മാവ് ഉടമ്പടിയുടെ ഊർജ്ജസ്ഥാനം പറഞ്ഞു കൊടുത്തു. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്നറിയോ? ബാക്കി ഇവരുടെ 5 കാര്യങ്ങളും പെട്ടെന്ന് നമ്മളെ കവളാസ് പൊട്ടണ പോലെ പടപടാന്ന് പൊട്ടി മാറുകയും, ഇതറിയാതെ എൻ്റെ IELTS, എൻ്റെ വസ്തു വിൽപ്പന, എൻ്റെ മക്കളുടെ കല്യാണം എന്നും പറഞ്ഞിരുന്ന ഈ ജന്മത്ത് ഈ സാധനം കിട്ടത്തില്ല. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണിത്. മരമറിയാതെ ഇങ്ങനെ കൊടിയിട്ട ആൾക്കാർ ഇങ്ങനെ നടക്കണ കാണാം. ഇത് ഹോൾ ബൈബിൾ നമ്മളെടുത്താലും അതിൻ്റെ ഊർജ്ജസ്ഥാനം എന്താ? കർത്താവിൻ്റെ പുനരുദ്ധാനമാണ്, ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനമാണ്. ഇപ്പം നടപടി പുസ്തകത്തിൻ്റെ 1:8 വായിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പ്രവർത്തനങ്ങൾ 1:8. നടപടി പുസ്തകം 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. അതാണ് ദൈവിക ലക്ഷ്യം. നമ്മൾ ആദ്യമേ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ നിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷികളായി എന്നെ ഉയർത്തണമെന്നാണ്. ശരിക്കും ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ എൻ്റെ ജീവിതത്തിൻ്റെ പ്രതികൂല കാലാവസ്ഥയെ നിന്റെ കരം ഗ്രഹിച്ച് ഞാൻ ഈ കടലെ നീന്തുന്ന കാലങ്ങളിലെ ഒക്കെയും എൻ്റെ കർത്താവേ നിന്റെ പീഡാനുഭവത്തിന്റെയും നിന്റെ തിരുമരണത്തിന്റെയും നിന്റെ തിരുഉദ്ധാനത്തിന്റെയും സ്വർഗം അംഗീകരിക്കുന്ന സാക്ഷിയായി എന്നെ ഉയർത്തണമേ. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഈശോയാണെങ്കിൽ ഈ സാക്ഷ്യം കേട്ട് സന്തോഷിക്കുന്ന ഒരാളാണ്. ബൈബിളിലെ നല്ല പ്രസന്നമായ ഭാവം ഈശോയുടേത്. പലപ്പോഴും ഈശോ വളരെ അപൂർവ ഭാവം മാത്രമേ ഈശോ ചിരിക്കത്തുള്ളൂ. ചിരിക്കുന്ന ഈശോയെ നമ്മൾ കാണത്തില്ല ഒരിക്കലും ബൈബിളിൽ. ഈശോ ഒത്തിരി പ്രാവശ്യം ചിരിച്ച് കാണും. പക്ഷേ അപ്പോസ്തലന്മാരുടെ ജീവിതം ഇതൊക്കെ രൂപപ്പെടുത്തിയവൻ്റെ കാലത്ത് രക്തസാക്ഷിത്വത്തിൻ്റെ വഴികളായതുകൊണ്ട് അവർക്ക് ചിരിക്കാൻ സമയം കിട്ടി കാണത്തില്ല. അതുകൊണ്ട് ഈശോൻ്റെ ചിരിയൊന്നും അവർ ഒപ്പിയെടുത്തിട്ടില്ല. ഈശോ നല്ല തമാശയൊക്കെ പറയണയാളാണ്. അത് രസകരമായ കാര്യങ്ങൾ വളരെ കോമഡിയായിട്ട് അവതരിപ്പിക്കുന്ന ആളാണ്. വലിയ ധനവന്മാരെ കാണുമ്പോൾ ഈശോ പറയും ഇവൻ്റെ കാര്യം പോക്കാണ്, ഇവൻ ഒട്ടകം സൂചിക്കുഴയിലൂടെ പോവുമെങ്കിൽ തീർച്ചയായിട്ടും ഇവനും ഇതിനകത്ത് കയറുമെന്ന്. അത് കോമഡിയല്ലേ ശരിക്കും പറഞ്ഞാൽ? ഒട്ടകം സൂചിക്കുഴയിലൂടെ പോവുമെങ്കിൽ തീർച്ചയായിട്ടും ധനവാന്മാരും ദൈവരാജ്യം പ്രവേശിക്കും. അപ്പം അതിൻ്റെ അകത്തൊരു സട്ടയറുണ്ട്, ശരിക്കും ഒരു അക്ഷയപ്രകാശമുണ്ട്. പക്ഷേ ഇതൊന്നും അപ്പോസ്തലന്മാരങ്ങനെ പിക്കപ്പ് ചെയ്തിട്ടില്ല. കാര്യം അവരുടെ വഴികളെല്ലാം ജീവനെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു അടരാട്ടമായിരുന്നു. ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിച്ചതിൻ്റെ പേരിൽ അവിടെ ജീവനെ അന്വേഷിച്ചവരുടെ കണ്ണുകൾ ഇരുട്ടിൽ എപ്പോഴും തെളിഞ്ഞു വരുമായിരുന്നു. അത് കാരണം സീരിയസ് മൂഡിലാണ് സുവിശേഷം പോകുന്നത് മുഴുവനും. എങ്കിലും ഈശോ സന്തോഷിച്ച സമയമുണ്ട്. അവൻ ആത്മാവിൽ സന്തോഷിച്ചുകൊണ്ട് Take the word of God. Sudhikata hallelujah. ലൂക്കാ 10:21. ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച്. ഈശോ ആനന്ദിക്കുന്നത് നമ്മുടെ ഈ ചളവ് തമാശകട്ടല്ല, പരിശുദ്ധാത്മാവിലാണ്. വ്യത്യാസമുണ്ട്. പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു, ആ സമയം തന്നെ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു പറഞ്ഞു. ഇനി എന്താ പറഞ്ഞെന്ന് കേട്ടെ? സ്വർഗത്തിന്റെയും
സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വെക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അതേ പിതാവേ, അതായിരുന്നു അവിടുത്തെ അഭീഷ്ടം. ഇതൊരു വളരെ സന്തോഷത്തിൻ്റെ മൂഡിൽ ആണ് ഈ സുവിശേഷത്തിൻ്റെ ഭാഗം പോകുന്നത്. സുവിശേഷ ഭാഗം സന്തോഷത്തിൻ്റെ മൂഡിൽ പോയാലും സന്തോഷമെന്ന് അങ്ങനെ പറയാറില്ല. പക്ഷേ ഇവിടെ സന്തോഷമെന്ന് ഇത് മുഴുവനും ഒരു നല്ല സന്തോഷത്തിൻ്റെ മൂഡിലാണ് പോകുന്നത്. ഉദാഹരണത്തിന് നമ്മൾ 10:17 എടുത്ത് വിശുദ്ധ ലൂക്ക 10:17. ലൂക്ക 10:17 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു. അവിടെ സന്തോഷം കണ്ട 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. സാക്ഷ്യം പറഞ്ഞാണ് അവര്. സാക്ഷ്യം കേട്ടാണ് സന്തോഷിക്കുന്നത്. നിങ്ങളൊക്കെ സാക്ഷി പറയുമ്പോൾ ഈശോ സന്തോഷിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അപ്പോസ്തലന്മാരെ പറഞ്ഞു വിട്ടിട്ട് സുവിശേഷ വേലക്ക് ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് 3 കാര്യങ്ങളില്ലേ? എന്തൊക്കെയാണ്? പ്രത്യക്ഷീകരണ പ്രാർത്ഥന, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന, പിന്നെ എല്ലാം കർത്താവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ സാക്ഷിയാകാൻ വേണ്ടി കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുന്നു സുവിശേഷ വേല. പിന്നെ എന്താ? ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതും സുവിശേഷത്തിൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷികളാണ്. ഇതിനു വേണ്ടിയാണ് ഈ ഉടമ്പടിക്കാർ പോകുന്നത്. ഉടമ്പടിക്കാർ തിരിച്ചു വന്നിട്ടാണ് അവർ സാക്ഷ്യം പറയണത്. അപ്പോഴും നമ്മളെല്ലാം കൈയടിക്കും. സിസ്റ്ററും അച്ഛനും ഒക്കെ സാക്ഷ്യം പറയുമ്പോൾ നിങ്ങൾ കൈയടിക്കത്തില്ല, അറിയാതെ തന്നെ കൈയടിക്കും, സന്തോഷം കൊണ്ടാണ്. ഇത് തന്നെ സുവിശേഷ കാലത്ത് സംഭവിച്ചതാണിത്. ആ സന്തോഷം ഇങ്ങനെ തുടരുകയാണ്. എന്നെല്ലാം ദൈവം തൻ്റെ മനുഷ്യനെ സന്ദർശിക്കുന്നു, അപ്പോഴെല്ലാം മനുഷ്യന് സന്തോഷമുണ്ടായിട്ട് അവൻ സന്തോഷിച്ച് കൈയടിക്കും. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സാക്ഷ്യം കേൾക്കുമ്പോഴാണ് ശരിക്കും ഈശോയ്ക്ക് സന്തോഷം ഉണ്ടാകുന്നത്. ഈശോയുടെ ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾ ഓർക്കുക, കർത്താവേ, ദൈവത്തിന് ഈശോയ്ക്കൊരു സന്തോഷം കൊടുക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഉടമ്പടി എടുക്കുമ്പോൾ അത് നിങ്ങളും മ്ലാനമായിരുന്നു, ഈശോയും മ്ലാനമായിരുന്നു, എങ്ങനെയാണ് ശരിയാകണത്? അപ്പോൾ നിങ്ങൾക്കൊരു ദൈവാനുഭവം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളത് 10 മനുഷ്യരോട് പറയുമ്പോൾ ദൈവത്തെക്കുറിച്ച് ആൾക്കാർ കേൾക്കുമ്പോൾ അവർക്ക് മാനസാന്തരം ഉണ്ടാകുമ്പോൾ ദൈവത്തിനത് സന്തോഷമാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എനിക്കുണ്ടാകുന്ന ദൈവാനുഭവങ്ങളിലെ മനുഷ്യനുണ്ടാകുന്ന മാനസാന്തരങ്ങളിലെ ദൈവത്തിനുണ്ടാകുന്ന സന്തോഷത്തിന്റെ ഉപകരണമാക്കി എന്നെ മാറ്റണമേ. ശ്രദ്ധിക്കട്ടെ. ഇത് വളരെ സിമ്പിളാണ്, പക്ഷെ ഇതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞാൽ ഇപ്പം തന്നെ ഈശോ തന്നെ ഈ 72 പേരെ വിടുന്നത് എങ്ങനെയാണ്? കൃപാസനത്തിന് ഓരോ ദിവസവും 100 കണക്കിന് മനുഷ്യർ കർത്താവിൻ്റെ ദൗത്യങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ദൈവസ്നേഹത്തോടെ പോവുകയാണ്. അപ്പോൾ ഒരു 100 പേര് ഉടമ്പടി ചെയ്യുമ്പോൾ ചിലപ്പോൾ 2 പേര് മാത്രമേ അതിൻ്റെ അകത്ത് അത് കർത്താവിന് വേണ്ടി ചെയ്യുന്നൊരു ജോലിയാണെന്ന് മനസ്സിലാക്കത്തുള്ളൂ. അല്ലാത്തവരൊക്കെ എൻ്റെ മകളെ കെട്ടിക്കണം, അല്ലെങ്കിൽ എൻ്റെ വസ്തു വിൽക്കണം, ആ വിഷയത്തിലാണ് നിങ്ങൾ എല്ലാവരും കൂടുതൽ പ്രാധാന്യം. അതുകൊണ്ടാണ് ഇത് ലാഗ് ചെയ്യാൻ കാരണം. ദൈവത്തിനൊരു പറയും, ഇപ്പോൾ നിങ്ങളെ വസ്തു വിട്ടിട്ട് ദൈവത്തെ എന്ത് കാണിക്കാനാണ്? ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിക്കണം, ഇത് ദൈവത്തെ എന്തെങ്കിലും പ്രയോജനമുണ്ടേ? ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുകയും ചെയ്യണം. നിങ്ങളുടെ വസ്തു വിറ്റിട്ട് ദൈവത്തെ എന്ത് കാണിക്കുക? നിങ്ങൾക്ക് PR കിട്ടിയിട്ട് ദൈവത്തിന് എന്താ? ഒരു കാര്യമില്ല. അപ്പം തന്നെ ചിന്തിക്കണം, ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തികളായിട്ട് മാറണം. ഇതാണ് എൻ്റെ എളുപ്പം. 10 കൊല്ലമൊക്കെ കൊണ്ട് എൻ്റെ മക്കളെ ഞാൻ സത്യമായിട്ട് എൻ്റെ ടൈം ഷോർട്ടറിങ് ഇരിക്കണത് എപ്പോഴാണ്? ഇതിൻ്റെ കറക്റ്റ് ഊർജ്ജസ്ഥാനം അറിയുമ്പോഴാണ്. എന്താണ് ദൈവത്തിന് ഇതുകൊണ്ട് ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നതിലൂടെ ദൈവത്തിന് എന്താണ് പ്രയോജനം എന്നാണ് നിങ്ങൾ ധ്യാനിക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകും. എന്താ കാര്യം, ഈ വലിയൊരു പ്രോജക്റ്റിന് ഞാനൊക്കെ അച്ഛനായപ്പോൾ ആദ്യമേ തന്നെ മിഷണറി ആയി. അതെന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മനസ്സ് ഈശോ ആദ്യമേ തന്ന കാര്യം അതാണ്. കർത്താവിനെ അറിയാത്തവരെ അറിയിക്കണം, അറിഞ്ഞവരെ ആഴപ്പെടുത്തണം. എന്താ കാര്യം? പിന്നീട് എന്താ കാര്യമെന്ന് ഈശോനോട് പറഞ്ഞായിരുന്നു. അച്ഛനായി 10-15 കൊല്ലം കഴിഞ്ഞപ്പോഴേന് പറഞ്ഞു, ഞാനിനി ഒത്തിരി ഇപ്പം ചില പറയേ നല്ല മുതൽ മുടക്കുണ്ട് മകനെ ഇതിൻ്റെ അകത്തുനിന്ന്. ഞാൻ ഒത്തിരി എൻ്റെ നമുക്കറിയാമല്ല, പ്രകൃതിയ ദൈവമായിരിക്കവേ നല്ല സ്റ്റാറ്റസിൽ ജീവിച്ച ആളല്ലേ. നല്ല സ്റ്റാറ്റസ് വിടിഞ്ഞ് പ്രകൃതിയ ദൈവമായിരിക്കവേ ദൈവത്തോടുള്ള സമാനത മൃഗപ്പിടിക്കേണ്ട കാര്യമായി അവൻ പരിഗണിക്കാതെ ദാസനായി. നല്ല ഇൻവെസ്റ്റ്മെൻറ്റാണ്. പുരുഷമണ്ണത്തോളൂ തന്നെ താഴ്ത്തി. കണ്ടാ, ഇത്രയും മുതൽ മുടക്കുക, ജീവന് തുല്യം മുതൽ മുടക്കാൻ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം
അതുകൊണ്ട് തന്നെ ഇത് ഈ വിഷയത്തിൻ്റെ മേലെ കർത്താവിൻ്റെ തിരുമരണത്തിൻ്റെ മേലെ അതിനുവേണ്ടി ആ ഉത്ഥാനത്തിൻ്റെ സാക്ഷികളായി ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ സന്തോഷമായി മാറാൻ നമുക്കൊരു തീരുമാനമെടുത്താൽ അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അഭിഷേകം വരാൻ തുടങ്ങും. ഈ സ്നേഹത്തിലാണ് ഈ അഭിഷേകം ഇരിക്കുന്നത്. ഞാൻ എപ്പോഴും നിങ്ങൾ പറയും ലൈറ്റ് വെയ്റ്റിംഗ് എന്ന് പറയും. വാട്ട് ഇസ് ലൈറ്റ് വെയ്റ്റിംഗ്? എന്താണ് ഭാരലഘുത്വം? എന്താണ് ഒരു ഭാരം ലഘുവാകണത്? എങ്ങനെയാണ് ഭാരം ലഘുവാകണത്? എപ്പോഴും അതിൻ്റെ കണ്ടൻറ്റ് അതെപ്പോഴാണ് ഒരു ഭാരം ലഘുവായി വരുമ്പോഴാണ് നമുക്ക് ആളിന് അഭിഷേകം കിട്ടിയെന്ന് മനസ്സിലാകുന്നത്. ഒരു ഭാരം ലഘുവായി വരുമ്പോൾ വലിയ ഭാരമുള്ള വിഷയമാണ്, പക്ഷെ അത് വളരെ ലഘുവായിട്ട് അയാൾക്ക് അനുഭവപ്പെട്ട് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും അഭിഷേകം കിട്ടിയെന്ന്. അപ്പോൾ അതറിയണമെങ്കിലേ മെക്കദോനിയ സെക്കൻഡ് കൊറിന്ത്യൻസ് 2 കൊറിന്ത്യൻസ് 8:9 വായിച്ചേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 2 കൊരിന്തോസ് 8:9. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. സബ്ജക്റ്റ് എന്താ? വാട്ട് സബ്ജക്റ്റ്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി തന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ. ഇതാണ് ഈ ഭാരലഘുത്വം എന്ന് പറയുന്നത്. ഉടമ്പടി സംഭവിക്കുന്ന സംഭവമാണ്. അതിൻ്റെ തത്വം അറിയാം. ഭാരലഘുത്വത്തിൻ്റെ തത്വം അറിയണം. എന്നുവെച്ചാൽ നിങ്ങൾക്കൊരു വിഷയം, ഇപ്പം നിങ്ങൾക്ക് ഒരു വൈഫും ഹസ്ബൻഡോട് അകന്ന് താമസിക്കുമ്പോൾ നിങ്ങൾ അടുക്കുന്നവരെ വാട്ട് യു വാണ്ട്, യു നീഡ് അനോയിൻമെൻറ്റ്. അല്ലെങ്കിൽ നിങ്ങൾ ഉത്കണ്ഠപ്പെട്ട് പല വിഷമെടുത്ത് തന്നെയൊക്കെ ചെയ്യും. അതല്ല, മറിച്ച് ഒരു ഹസ്ബൻഡ് വൈഫ് അകന്നിരിക്കുകയും അവരെ അടുക്കുന്നവരെ വാട്ട് യു നീഡ് അനോയിൻമെൻറ്റ്. അതെല്ലാം അങ്ങനെയാണ്. ഇപ്പോൾ ജോലി കിട്ടണം, നമുക്ക് ജോലി വേണം. ജോലി കിട്ടിയിട്ട് വേണം നമുക്ക് കല്യാണം കഴിക്കാൻ, ജോലി കിട്ടിയിട്ട് വേണം വീട് വെക്കാൻ. അപ്പോൾ ഇറ്റ് വിൽ ടേക്ക് ടൈം, അതിനൊരു സമയമെടുക്കും. അത് കിട്ടണവരെ വാട്ട് യു നീഡ്, നിങ്ങൾക്ക് എന്താ വേണ്ടത്? അനോയിൻമെൻറ്റാണ് വേണ്ടത്. എന്നുവെച്ചാൽ അഭിഷേകം. അഭിഷേകം എങ്ങനെ ഉണ്ടാകും എന്ന് നിങ്ങൾ അറിയണം. ഇപ്പോൾ തന്നെ ഈശോ എന്താ ചെയ്തത്? ആ ലൈറ്റ് വെയിറ്റിംഗ് കണ്ടില്ലേ? ഇപ്പോൾ 2 കൊരിന്ത്യൻസ് 8:6 വായിച്ച്. 8:9 വായിച്ച്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ ഒന്ന് പറഞ്ഞേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി. അതായത് ഇതിൻ്റെ വരുന്ന ഒരു വിഷയം വെച്ചാൽ അവൻ സമ്പന്നനായിട്ടും, ദൈവമല്ലേ, സർവ്വസമ്പത്തും അവൻ്റെതാണ്. അവൻ സമ്പന്നനായിട്ടും പിന്നെ എന്താ പറ്റിയത്? നിങ്ങളെ പ്രതി എന്ത് പറ്റി? ദരിദ്രനായി. അല്ലേ? അപ്പം ഇത് ഈ വലിയ സമ്പന്നനായ ദൈവം ഇങ്ങനെ ചുരുങ്ങി, ഇങ്ങനെ നഗ്നനായി, വിവസ്ത്രനായി, ഇങ്ങനെ ആണിയേൽ അപമാനിക്കപ്പെട്ട് തൂങ്ങിക്കിടക്കുന്ന അവസ്ഥയിലേക്ക് ഇവൻ വന്നത് അതിൻ്റെ അങ്ങനെ വരുന്നതിന് ഈശോയ്ക്ക് ഒരു ഭാരലഘുത്വം ഉണ്ടാക്കിയത്, അത് നിസ്സാരമായിട്ട് ഈശോ ചെയ്തത് എന്തിൻ്റെ കാര്യത്തിലാണ്? നിങ്ങളെ പ്രതി. അല്ലേ? മനസ്സിലായി എന്താ പറഞ്ഞത്? അവൻ സമ്പന്നനായിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി. അവിടെ ആരെ പ്രതിയാണ്? നിങ്ങളെ. ദാറ്റ് മീൻസ് നിങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി. കൈയിടിച്ച് കർത്താനോട് പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പൊ ഉടമ്പടിയുടെ ഊർജ്ജസ്ഥാനം നമുക്ക് മനസ്സിലായി. പുനരുദ്ധാനമാണ്, പിന്നെ എന്താണ്? അമ്മയുടെ പ്രത്യക്ഷീകരണമാണ്. പക്ഷെ അതിനുവേണ്ടിയുള്ള നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെ പിന്നിലും ആ ഭാരലഘുത്വം ഉണ്ടാക്കണത് എന്താ? ദൈവസ്നേഹമായിരിക്കണം. പറഞ്ഞ് മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ ജീവിതത്തോടുള്ള സ്നേഹമാണ്. ഈ ഫോർമാറ്റ് നേരെ ചേഞ്ച് ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ജീവിതത്തോടുള്ള അഭിനിവേശവും താല്പര്യവും സ്നേഹവുമാണ് നിങ്ങൾ ഇതുകൊണ്ട് എന്തെങ്കിലും കടിച്ചു പിടിച്ച് നീന്താൻ നോക്കണത്. പക്ഷേ ഇത് വർക്കൗട്ട് ചെയ്യണത് പാടാണ്. അതിന് സമയമെടുക്കും. മറിച്ച് നേരെ തിരിച്ച് ഈ സംഭവം തിരിച്ചിടണം. ഇതൊന്ന് ഈ അലൈൻമെൻറ്റ് തെറ്റിക്കിടക്കുകയാണ് ഈ സാധനം. ഇത് നേരെ തിരിച്ചിടണം. എന്നിട്ട് ദൈവത്തോടായിരിക്കണം സ്നേഹം.
ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, നിന്നോടുള്ള സ്നേഹത്താൽ എന്റെ ഹൃദയത്തെ അഭിഷേകം ചെയ്യണമേ. ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഭാരപ്പെട്ടതായാലും അത് ലഘുവായി ചെയ്യാൻ എന്നെ ദൈവസ്നേഹത്താൽ നിറക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഇപ്പോഴുണ്ടല്ലോ, ഇപ്പൊ ഈ ആയുർവേദ വൈദ്യന്മാരില്ലേ, നമ്മുടെ രാജ്യം ആയുർവേദത്തിൻ്റെ രാജ്യമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുർവേദത്തിൻ്റെ സംഭാവന നൽകിയത് നമ്മളുടെ പിതാക്കന്മാരാണ്. 5000 കൊല്ലം മുമ്പുള്ള ആയുർവേദ ചരിത്രം നമുക്കുള്ളത്. അപ്പോൾ ഈ ആയുർവേദത്തിൻ്റെ കഷായം അല്ലെങ്കിൽ ലേഖ്യം എപ്പോഴാണത് പാകമാകണത്? പണ്ടത്തെ ചില വൈദ്യന്മാരൊക്കെ പാകമാകുന്ന സമയത്ത് മുറുക്കത്ത് പോകുമായിരുന്നു. അതിൻ്റെ അകത്ത് പുരാതന കാലങ്ങളിലുള്ള ചരിത്രങ്ങൾ പരിശോധിച്ചാൽ അത് മനസ്സിലാവും. എപ്പോഴാണിത് പാകമാകണത് എങ്ങനെ അറിയാൻ പറ്റും? അത് താഴെ കൊടുത്തിരിക്കുന്ന ഉരുളിയുടെ താഴെയുള്ള തീ, കത്തണ തീ, ഇത് പാകമാകുന്ന അനുസരിച്ച് കൊണ്ട് വളഞ്ഞ് കുത്തി ഇതിനകത്തേക്ക്, ഉരുളിയുടെ അകത്തേക്ക് കത്തി വീഴും, വളഞ്ഞു കുത്തും. അതാണ് അതിന് പാകം എന്ന് പറയുന്നത്. ഒരു ലേഖ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കഷായത്തിൻ്റെ പാകം, എല്ലാ കഷായമല്ല, അത് മരുന്നിൻ്റെ ഒരു പ്രത്യേകതയാണത്. അതുപോലെ തന്നെ ഉടമ്പടി എപ്പോഴാണ് നിങ്ങൾ ഉടമ്പടിയിലാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? നിങ്ങൾ ഉടമ്പടിയിലാണ് എന്നെങ്ങനെ അറിയാൻ പറ്റും? നിങ്ങളുടെ പ്രേക്ഷിത വേല അല്ലെങ്കിൽ കർത്താവിൻ്റെ കൈമാറ്റ ശുശ്രൂഷ, അത് അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനം എപ്പോഴാണ് എൻ്റെ മക്കൾക്ക് ഭാരമില്ലാതെ ദൈവസ്നേഹത്തോടെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്, അപ്പോൾ ഉടമ്പടി കത്തുന്നുണ്ട്. ഇതാണ് സംഭവം. അല്ലാതെ മനസ്സിലായില്ലേ? ഇത് വളരെ സീരിയസ് ആണ്. ഇങ്ങനെ ഈ ഇതിന് ടെക്നിക്കാലിറ്റി അറിഞ്ഞാൽ ഉടമ്പടി പെട്ടെന്നാണ് വർക്കൗട്ട് ചെയ്യണത്. കാര്യം ഇതിൻ്റെ ഭാരമില്ല. എപ്പോഴാണ് ഇപ്പോൾ നിങ്ങളുടെ ഒരു 10 പേപ്പറുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര തീവ്രമായ ആഗ്രഹമാണ്. എന്താണ്? കർത്താവ് 10 പേപ്പറല്ലേ ഉള്ളു, ഒരു 10 കൂടി കിട്ടിയെങ്കിൽ കർത്താവിനെ മറ്റുള്ളവർ കൂടി അറിയിക്കാമായിരുന്നില്ല. അല്ലെങ്കിൽ വരാരെങ്കിലും കാണുമ്പോൾ കർത്താവ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പേപ്പർ ഉണ്ടായിരുന്നെങ്കിൽ കൊടുക്കാമായിരുന്നില്ല എന്നൊക്കെ ചില ആൾക്കാർ വന്ന് സാക്ഷ്യം പറയുന്നില്ലേ? ദാറ്റ് മീൻസ് അവർ ഉടമ്പടിയിലാണ്. ഉടമ്പടി എടുത്തത് കൊണ്ട് ഉടമ്പടിയിലാകത്തില്ല. ഉടമ്പടിയിലാകണമെന്നുണ്ടെങ്കിൽ ആ ഉടമ്പടിയിൽ ചലിപ്പിക്കുന്ന ആ ഒരു ചാലക ശക്തി എന്ന് പറയുന്നത് ദൈവസ്നേഹമാണ്. ആ ദൈവസ്നേഹത്തിലേക്ക് വന്നാൽ നമ്മൾ പറന്ന് വെട്ടി കർത്താവിന് വേണ്ടി വേറെ ചെയ്യും. എന്നിട്ട് നമ്മൾ ടയേർഡാകത്തില്ല. ഞാൻ എനിക്ക് എപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് ഈ ബ്രോങ്കൈറ്റിസിൻ്റെ പ്രശ്നം. പ്രത്യേകിച്ച് ഈ ഡിസംബർ മാസത്തിലൊക്കെ, നവംബർ ആകുമ്പോൾ തന്നെ എൻ്റെ പതിരെയൊക്കെ ഇങ്ങനെ എപ്പോഴും സ്വെല്ലിംഗ് ആകും, ചുമയാവും. 2 മാസമൊക്കെ ചുമക്കും. ഈ 2 മാസം ചുമക്കണ സമയത്ത് തന്നെയാണ് ഞാൻ കൊച്ചിയിൽ നിന്ന് ഈ പുന്നപ്പുറ വരെ 66 ധ്യാനങ്ങൾ നടത്തും. എന്താണ്? കടലിൽ കൺവെൻഷൻ നടത്താൻ വേണ്ടി. കടലിൽ കൺവെൻഷന് മുമ്പ് ആദ്യം കൊച്ചി പോയി ചെറിയൊരു മിനി കൺവെൻഷൻ നടത്തും. അവിടെ മധ്യസ്ഥ പ്രാർത്ഥനക്കാർ രൂപപ്പെരും. എന്നിടത്ത് പിന്നീട് കണ്ടക്കട വന്ന് നടത്തും, പിന്നീട് ചെല്ലാനത്ത് വന്ന് നടത്തും, പിന്നെ പള്ളിത്തോട് എൻ്റെ നാട്ടിൽ വന്ന് നടത്തും. ഇങ്ങനെ നടത്തി പുന്നപ്പുറ വരെ പോകും. അപ്പോൾ 2 മാസമാകും. അപ്പോഴാണ് ഡിസംബർ 26 ഒക്കെ ആകും. അപ്പോൾ കടലിൽ കൺവെൻഷൻ നടത്തും 10 ദിവസത്തേക്ക്. അപ്പോൾ ഈ സമയത്തെല്ലാം ഇങ്ങനെ മഞ്ഞ് പിടിച്ച് ചുമച്ച് ഞാൻ ചുമക്കണ കണ്ട വേറെ ആൾക്കാർക്ക് തോന്നും ഇപ്പോൾ ചത്തുപോകുമെന്ന് തോന്നും. പക്ഷേ എൻ്റെ ഉള്ളിൽ ഭയങ്കര ദൈവസ്നേഹം തോന്നുന്നുണ്ടാവും. പിറ്റേ ദിവസവും പോകാൻ വേണ്ടി തോന്നും. ഇതിനാണ് അഭിഷേകം എന്ന് പറയണത്. ഞാൻ എന്തെങ്കിലും നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു പാഠം പഠിച്ചു തീർന്നിട്ട് പറയണതാണത് ശരിക്കും. അപ്പം നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. കാര്യം നിങ്ങൾ ഇങ്ങനെ ഒത്തിരിയേറെ ലാഗ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇങ്ങനെ ചില കാര്യങ്ങൾക്ക് ലാഗ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചേച്ചി ഒരു സാക്ഷാത് വരുന്ന, അത് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ എന്ന് പറഞ്ഞത്, അത് ഗ്രേസി ഡേവിഡിൻ്റെ ഒരു പ്രശ്നം എന്താ? സീരിയസ് വിഷയമാണ്. ഒരു ആൺമകനുണ്ട്, കാണാനില്ല. അതാണ് പ്രശ്നം. 1 മാസമല്ല, 1 വർഷമല്ല, 2 വർഷമല്ല, 3 വർഷമല്ല, 4 വർഷമായിട്ട് ഇവരെക്കുറിച്ചൊരു പിടിയില്ല. 4 വർഷമായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച്, ഒരു മകനുണ്ട് കാണാനില്ലെങ്കിൽ 4 വർഷമായിട്ട് അവനെക്കുറിച്ചൊരു ഫോൺ പോലും കിട്ടിയില്ലെങ്കിൽ അവൻ മരിച്ചില്ലേ? മരിച്ചു പോയില്ലേ? എന്തെങ്കിലും പിടിയുണ്ടെങ്കിൽ അമ്മേനെ ബന്ധമുള്ള ആൾക്കാർക്ക് വിളിക്കത്തില്ലേ? ഇല്ല, തീർന്നു, ആളെ തീർന്നു. അപ്പോൾ മരിച്ചതുപോലെ എല്ലാവരും കരുതുകയാണേ. ഗ്രേസി ഡേവിസിൻ്റെ അമ്മ മരിച്ചതുപോലെ എല്ലാം കരുതുകയാണ്. അപ്പോഴാണ് ഇവർക്ക് കൃപാസനം പത്രത്തിലൊരു കീറ് കിട്ടുന്നത്. അവരത് വായിച്ചു നോക്കിയപ്പോൾ മാതാവ് അവരെ വിളിക്കും. കൃപാസനം പത്രവും നിങ്ങൾ ഒരിക്കലും വിളിക്കരുത്. അത് മാതാവിൻ്റെ കൈയാണ്, നിങ്ങളെ തൊട്ട് വിളിക്കുന്ന കൈയാണ്. കൈ അടിച്ച് കർത്താവ്